ഒമാനിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്നതും ഒമാനിൻ്റെ പഴയ ക്യാപിറ്റൽ സിറ്റിയുമായിട്ടുള്ള ഒരിടത്തേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. നൂറുകണക്കിന് വർഷങ്ങളുടെ കഥ പറയുന്ന ഒരു ഫോർട്ട്. ഇതൊരു സാധാരണ ഫോർട്ടല്ല, ഇതാണ് നിസ്വ ഫോർട്ട്. ഇന്നത്തെ വ്ളോഗിൽ നമുക്ക് സമയം കുറച്ചൊന്ന് പിന്നോട്ട് നടന്നാലോ? ലെറ്റ്സ് വാക്ക് ഇൻസൈഡ് ദ ഹിസ്റ്ററി ഓഫ് ഒമാൻ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വാക്ക് വിത്ത് രാജലക്ഷ്മി. ഇന്ന് നാം ഒമാനിലെ ഏറ്റവും പ്രശസ്തമായ ഹെറിറ്റേജ് സ്പോട്ടായ നിസ്വയിലേക്കാണ് പോകുന്നത്. ചരിത്രം, ആർക്കിടെക്ചർ, പഴയ യുദ്ധതന്ത്രങ്ങൾ എല്ലാം നമുക്കിന്ന് ഒരുമിച്ച് കാണാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഫോർട്ടിൻ്റെ ഉള്ളിലെ പാം ഗാർഡനിലാണ്. ഒരുപാട് നിറയെ ഉള്ള ഒരു ഗാർഡൻ. കാണാനും കേൾക്കാനും ആസ്വദിക്കാനും പറ്റിയ ഒരിടം. മാത്രമല്ല ഇവിടെ കുറച്ച് മൃഗങ്ങളെയും സംരക്ഷിക്കുന്നു. അതിലൂടെ ചെറിയൊരു എത്തിനോട്ടം. ഇവന്മാരാരും ചില്ലറക്കാരല്ല, അടുത്തേക്ക് ചെന്നാൽ കുറച്ച് കുറുമ്പന്മാർ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇവരെല്ലാം കണ്ട് ആ ഒരു പച്ചപ്പിൻ്റെ ഭംഗിയും അറിഞ്ഞു ദുഃഖത്തിൽ നിന്നുള്ള ഡെസേർട്ടിൽ നിന്നുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നു. ഒമാൻ ഇന്നും മധുരങ്ങളോട് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ഒമാൻ ഹൽവ ഉണ്ടാക്കാനും ഇവർക്ക് ഒരുപാട് നന്നായി അറിയാം. എല്ലാം കണ്ടുകൊണ്ട് കോട്ടയുടെ അടുത്ത് ഞങ്ങൾ കണ്ടത് രാജാവിൻ്റെ ചിത്രങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിച്ചു. എന്നോ പണ്ടോ പറഞ്ഞ ഒരു കഥയിൽ ഏറ്റവും നല്ല കപ്പലുണ്ടാക്കുന്നത് ഒമാനിലേക്കാണെന്നാണ് പറയുന്നത്. കാരണം ഇവരുടെ ഒക്യുപ്പേഷൻ തന്നെ മത്സ്യബന്ധനമാണ്. അങ്ങനെ അതെല്ലാം കണ്ട് രാജയോട് ഇതെല്ലാമാണ് ഇവരുടെ ചരിത്രം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് നടന്നു. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഗൈഡിനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. കോട്ടയെക്കുറിച്ച് വിശദീകരിച്ച് തന്നെ ഇവർ നമ്മളോട് പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ കോട്ടയുടെ ഉള്ളിൽ കാണാനായിട്ട് സാധിക്കും. അവരുടെ ഡോർസ്, അവർ യൂസ് ചെയ്തിരുന്ന കീസ്, അതുമാത്രമല്ല ഒരുപാട് നമ്മളറിയാത്ത ചരിത്രം നമുക്ക് ഒമാനിൻ്റെ ഈ നിസ്വ ഫോർട്ടിൽ കാണുവാനായി സാധിക്കും. എല്ലാം രാജ കണ്ട് ആസ്വദിക്കുന്നത് ഞങ്ങൾ വളരെ കൗതുകത്തോടു കൂടി നോക്കി നിന്നു. ഇത് ഇവിടുത്തെ സ്ത്രീകൾ അണിയുന്ന മാസ്കാണ്, അവരുടെ മുഖം മറിക്കാനായിട്ട്. ഇതെനിക്ക് കാണുമ്പോൾ തോന്നുന്നത് പണ്ട് കിളികളുടെ മൂക്കൊക്കെ പോലെയാണ്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റിൽ അതെന്നെ അറിയിക്കണം കേട്ടോ. മാത്രമല്ല അവരുപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ, ഇതെല്ലാമാണ് ഇവിടെ എനിക്ക് ഒരുപാട് കൗതുകമായി തോന്നിയത് കേട്ടോ. മാത്രമല്ല ഞാൻ ഒരുപാട് ഹൈറ്റുള്ള ഒരാളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കുനിഞ്ഞ് വേണം ഇവിടുത്തെ ഡോർസൊക്കെ കടക്കാനായിട്ട് കേട്ടോ. അങ്ങനെ പെൺകുട്ടികളുടെ വസ്ത്രം മാത്രമല്ല ആൺകുട്ടികളുടെ വസ്ത്രങ്ങൾ ഇവിടെയുണ്ട്. ഇതാണ് നിസ്വയുടെ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടോ. കാരണം എന്താണെന്നറിയോ? ഇത് ഇവരുടെ വാർ ടാക്ടിക്സ് ആണ്. ഇവിടെ കാണുന്ന ഈ കട്ടിയുള്ള മതിലുകൾ, വലിയ വൃത്താകൃതിയിലുള്ള ടവർ, ഇതെല്ലാം വാർ ടാക്ടിക്സ് മനസ്സിൽ കണ്ടുകൊണ്ട് അന്ന് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ചെറിയ വാതിലുകളെല്ലാം എനിമി വന്നാൽ എളുപ്പത്തിൽ അടയ്ക്കാവുന്നതാണ്. മുകളിൽ നിന്നും ഓപ്പണിങ്സ് വഴി ഹോട്ട് ഓയിൽ സ്റ്റോൺസ് ഇടാൻ പോലും സൗകര്യമുള്ളത്. അങ്ങനത്തെ നമ്മളുടെ ഒരു 7 ഡെഡ് ലോക്സ് കടന്നിട്ട് വേണം നമ്മൾ ഈ ഓവർവ്യൂ കാണാനായിട്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ഒമാൻ്റെ ടോപ്പ് വ്യൂ, അല്ലെങ്കിൽ നിസ്വ ഫോർട്ടിൻ്റെ ടോപ്പ് വ്യൂ. ഇവിടെ നിന്ന് നോക്കിയാൽ മുഴുവൻ നിസ്വ സിറ്റി തന്നെ നമുക്ക് കാണാം. മൗണ്ടൻസ്, ഔട്ട് ഹൗസസ്, മോസ്ക്. ഈ കാഴ്ച തന്നെയാണ് ഈ വ്ളോഗിൻ്റെ ഏറ്റവും ഹൈലൈറ്റ്. ഇമാജിൻ സെഞ്ച്വറീസ് എക്കോസ്
ഗാർഡ്സും ഇങ്ങനെയൊക്കെ നിന്ന് നിസ്വയെ കണ്ടിട്ടുണ്ടാവില്ലേ. ഇനി നിസ്വ ഫോർട്ടിൻ്റെ അടുത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നിസ്വ സൂക്കാണ്. ഒരുപാട് തരത്തിലുള്ള ഡേറ്റ്സും സിൽവർ ജ്വല്ലറീസും ഹെറിറ്റേജും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്കിലും നിസ്വ ഫോർട്ട് ഒരു അത്ഭുതമാണ്. ഇനി അടുത്തതായി നമ്മുടെ രാജയ്ക്ക് ഇവിടെ എല്ലാവരും മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളും ഇട്ടു മൈലാഞ്ചി. അപ്പോൾ നമ്മൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഒമാനി ലേഡീസ് നമ്മൾക്ക് മൈലാഞ്ചി ഇട്ട് തരും കേട്ടോ. ഇതിന് ഒരു 3 റിയാൽസാണ്. അങ്ങനെ കുഞ്ഞിരാജയുടെ 2 കൈയിലും അവർ നിറച്ച് മൈലാഞ്ചി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ വീഡിയോ എടുത്തോട്ടെ എന്ന്. കാരണം ഇവിടെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് കേട്ടോ. കുട്ടികൾക്കൊപ്പം വന്നാൽ ഹിസ്റ്ററിയല്ല, ഇത് ഒരു ലൈഫ് എക്സ്പീരിയൻസ് ആയി മാറാനായിട്ട് സാധിക്കും. ഓരോ ചുവടിലും ഓരോ കഥ പറയുന്നത് പോലെ തോന്നുന്നു. നിസ്വ ഫോർട്ട് ഒമാനിൻ്റെ അഭിമാനമാണ്. നിങ്ങൾ ഒമാനിലാണെങ്കിൽ ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വ്ളോഗിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഭാഗം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക.